നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലാ സ്വദ്ദഖ വലാ സ്വല്ലാ വലാകിൻ കദ്ദബ വതവല്ലാ ثم ذهب إلى أهله يتمطى أولى لك فأولى ثم أولى لك فأولى أيحسب الإنسان أن يترك سدى ألم يكن نطفة من مني يمنى ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى. അപ്പം 40 ആയത്തേ ഉള്ളൂ, ഇനി കുറച്ച് ആയത്തേ പഠിക്കാനുള്ളൂ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മരണവുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ 29-ാമത്തെയും 30-ാമത്തെയും ആയത്തിലൊക്കെ അസ്സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമ ഇദിൽ മസാഖ്, പിന്നെ 31-ാമത്തെ ആയത്ത് മുതൽ ഫലാ സ്വദ്ദഖ വലാ സ്വല്ലാ വലാകിൻ കദ്ദബ വതവല്ലാ. എന്താ അതിൻ്റെയൊക്കെ അർത്ഥം? അവര് സത്യം അംഗീകരിച്ചില്ല, അതെ, അവൻ തിരിച്ചില്ല, അതെ, പിന്നെ അവൻ നിഷേധിയായി, അവൻ പിന്തിരിഞ്ഞു കളയുകയും ചെയ്തു. അതെ, ഇതാണ് അതിൻ്റെ കാരണം. പിന്നെ അതിൻ്റെ ബാക്കി എന്നോണം സുമ്മ പിന്നീട് ദഹബ അവൻ പോയി, ഇല അഹ്ലിഹി അവൻ്റെ കുടുംബത്തിലേക്ക്, യതമത്വ എന്ന് പറഞ്ഞാൽ സന്തോഷവാനായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കളിച്ച് ചിരിച്ച്, അല്ലെങ്കിൽ അഹങ്കരിച്ചുകൊണ്ട്, അങ്ങനെയൊക്കെ അർത്ഥം പറയാം. അപ്പം ഇവിടെ കുടുംബം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അഹ്ല് എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഭാഷാർത്ഥം കുടുംബം എന്നാണ്. അപ്പോൾ അവിടെ കുടുംബം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അവൻ്റെ ആളുകളാണ്, അവൻ്റെ കൂട്ടുകാരാണ്. അതായത് ഇസ്ലാമിൻ്റെ ശത്രു വിഭാഗത്തിൽപ്പെട്ട അവൻ്റെ കൂട്ടുകാരാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് അവിടുത്തെ അഹ്ല്, കുടുംബം, സ്വന്തക്കാരെന്നൊക്കെ ആ വാക്കിൻ്റെ അർത്ഥം. യതമത്വ എന്ന് പറഞ്ഞാൽ അഹങ്കരിച്ചുകൊണ്ട് എന്നർത്ഥം പറയാം. അപ്പോൾ ഈ 3 ആയത്ത് 31, 32, 33, ഈ 3 ആയത്തിൽ അള്ളാഹു എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇത്ര മോശമായ ഒരു പര്യവസാനത്തിലേക്ക് ആ മനുഷ്യൻ എത്തിച്ചേരാനുള്ള കാരണമാണ്. ഒന്നാമത്തെ കാരണം ഫലാ സ്വദ്ദഖ അവൻ സത്യം അംഗീകരിച്ചില്ല. രണ്ടാമത്തെ കാരണം വലാ സ്വല്ല നമസ്കരിച്ചില്ല. മൂന്നാമത്തെ കാരണം കദ്ദബ വതവല്ല അവൻ നിഷേധിച്ചു, വതവല്ല അവൻ പിന്തിരിഞ്ഞ് കളഞ്ഞു. നാലാമത്തെ കാരണമാണ് സുമ്മ ദഹബ ഇല അഹ്ലിഹി യതമത്ത അവൻ അവരുടെ കൂട്ടുകാരിലേക്ക് അഹങ്കാരത്തോടെ മടങ്ങിച്ചെന്നു എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? കൂട്ടുകാരിലേക്ക് അഹങ്കാരത്തോടെ മടങ്ങിച്ചെന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് ഇത്രമാത്രം മുസ്ലിങ്ങളെ ആക്ഷേപിച്ചു, ഇത്രമാത്രം മുസ്ലിങ്ങളെ കളിയാക്കി പരിഹസിച്ചു, അതിൻ്റെ സന്തോഷത്തോടെയാണ് അവർ അവരുടെ കൂട്ടുകാരിലേക്ക് മടങ്ങി ചെല്ലുന്നത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. 34-ാമത്തെ ആയത്ത് നോക്കാം. ഔലാ ലക ഫഔല. ഔല ഏറ്റവും ഉചിതമായത് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം.
ഏറ്റവും ഉചിതമായത്. ഔല. ലക്ക എന്ന് പറഞ്ഞാൽ നിനക്ക്. ഫ ഔല, വീണ്ടും ആ വാക്ക് ആവർത്തിച്ചു വന്നിരിക്കുകയാണ്. ഔല എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉചിതമായത്, അതിന് അർത്ഥം. ഔല ഏറ്റവും ഉചിതമായത്, ലക്ക നിനക്ക്, ഫ എന്ന് പറഞ്ഞാൽ അങ്ങനെ, ഔല എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത്. നമുക്കതിൻ്റെ അർത്ഥം ഒന്നിച്ചു നോക്കാം. ഈ നടപടി നിനക്ക് അനുയോജ്യമാകുന്നു. അതെ, ഈ നടപടി നിനക്ക് അനുയോജ്യമാകുന്നു. ഇതാണ് അതിൻ്റെ അർത്ഥം ഒന്നിച്ച് പറയുമ്പോൾ. ഏത്? ഔല ലക്കഫ ഔല, സുമ്മ ഔല ലക്കഫ ഔല. ഈ ആയത്ത് ആവർത്തിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഭാഷാർത്ഥം നോക്കുമ്പോൾ അല്ലെങ്കിൽ ആയത്തിൻ്റെ അർത്ഥം നോക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. എന്താ അതിൻ്റെ അർത്ഥം? ആദ്യം അർത്ഥം മനസ്സിലാക്കുക. അർത്ഥം എന്താണ്? ഔല എന്ന വാക്കിൻ്റെ അർത്ഥം ഏറ്റവും അനുയോജ്യമായത്, ഏറ്റവും അനുയോജ്യമായത്. ലക്ക എന്ന് പറയുമ്പോൾ നിനക്ക്. ഫ ഔല എന്ന് പറഞ്ഞാൽ ഏറ്റവും നിനക്ക് അനുയോജ്യമായത്. പിന്നെയും പറയുന്നു സുമ്മ ഔല ലക്ക ഫ ഔല, നിനക്ക് ഏറ്റവും അനുയോജ്യമായത്. അതിൻ്റെ അർത്ഥം ഒന്നിച്ചു പറയുമ്പോഴോ, ഈ നടപടി നിനക്കു തന്നെ അനുയോജ്യമാകുന്നു. വീണ്ടും അതെ, ഈ നടപടി നിനക്ക് അനുയോജ്യം തന്നെയാകുന്നു, ഏറ്റവും ഭൂഷണമാകുന്നു. ഇതാണ് ഒന്നിച്ചു പറയുമ്പോൾ അതിൻ്റെ അർത്ഥം. അപ്പം അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന നടപടി ഏതാണ് അവിടെ? തൊട്ട് മുമ്പ് ഉള്ള ആയത്തിൽ പറഞ്ഞ കാര്യം, ഫലാ സ്വദ്ദഖ വലാ സ്വല്ല വലാക്കിൻ കദ്ദബ വത്തവല്ല. പിന്നെന്താ? ആ ഒരു നടപടി. അപ്പോൾ നിൻ്റെ നാശത്തിന്, നിൻ്റെ തകർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ നടപടിയാണ് നീ സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നീ നിന്റെ സൃഷ്ടാവിനെ നിഷേധിക്കാനായിട്ട് എത്രമാത്രം കുതന്ത്രങ്ങൾ മെനഞ്ഞു. നീ നിന്റെ സൃഷ്ടാവിനെ നിഷേധിക്കാനായിട്ട് എന്തൊക്കെ ത്യാഗമാണ് സഹിച്ചത്. അപ്പം ആ നിന്റെ നടപടി നിനക്ക് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിനക്കത് നാശത്തിന് കാരണമാകുന്നു എന്നാണ്. നിങ്ങൾക്കതിൻ്റെ ആശയം മനസ്സിലായോ? ഇത് ഓരോ വാക്കുകളുടെ അർത്ഥം ഇങ്ങനെ പഠിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. ഏത്? ഔല ലക്കഫ ഔല, സുമ്മ ഔല ലക്കഫ ഔല. വാക്കർത്ഥം നോക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ആയത്തിൻ്റെ മൊത്തത്തിൽ അർത്ഥം നോക്കുമ്പോൾ നമുക്കതൊന്നും മനസ്സിലാവില്ല. പക്ഷേ അതിൻ്റെ ആശയം എന്താ? ഇവിടെ പറഞ്ഞല്ലോ. ഇവിടെ ഈ 31-ാമത്തെയും 32-ാമത്തെയും 33-ാമത്തെയും ആയത്തിൽ പറഞ്ഞെന്താ? അതാണ് അവൻ്റെ നടപടി. ആ ഒരു മനുഷ്യൻ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും ഇപ്പോഴുമൊക്കെ ഇത്തരത്തിലുള്ള മനുഷ്യരുണ്ട്. സത്യനിഷേധികളായ, ധിക്കാരികളായ മനുഷ്യരുണ്ട്. അപ്പം അവരുടെ ആ നടപടി അത് അവർക്ക് ഏറ്റവും അനുയോജ്യമാണ്. അതാണ് ഔല ലക്കഫ ഔല, സുമ്മ ഔല ലക്കഫ ഔല. ഏറ്റവും അനുയോജ്യമാണ് അവർക്ക് ആ നടപടി. ഏറ്റവും അനുയോജ്യമാണ് നിനക്ക് ഈ നടപടി എന്നാണ് അതിൻ്റെ അർത്ഥം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നടപടി കൊണ്ട് അയാൾക്ക് തന്നെയാണ് നാശം എന്നാണ്. അതൊരു ആക്ഷേപവാക്യം കൂടിയാണ്. എങ്ങനെയാണ് അതൊരു ആക്ഷേപവാക്യമായിട്ട് മാറുക? ആക്ഷേപവാക്യമായിട്ട് മാറുന്നത് ഇപ്പം നമ്മൾ സാധാരണ പറയുമല്ലോ. എന്താ പറയുക?
നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിന്റെ പ്രവർത്തനങ്ങളാണ് നിനക്ക് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം നിനക്കത് വളരെ മോശമാണ്, അല്ലെങ്കിൽ നിനക്കത് ഒരുപാട് പ്രയാസം ഉണ്ടാക്കുന്നതാണ് എന്ന് ആക്ഷേപ സ്വരത്തിൽ പറയുന്നതാണത്. അല്ലാതെ ഏറ്റവും നല്ല നടപടി നിനക്ക് അതാണ് എന്നല്ല അതിൻ്റെ അർത്ഥം. നീ ഇങ്ങനെ തന്നെയാണ് പോകുന്നതെങ്കിൽ നിന്റെ നാശമാണ് ഇത് എന്നാണ് അതിൻ്റെ ആശയം. ഇനി നമുക്ക് 36-ാമത്തെ ആയത്ത് നോക്കാം. അയഹ്സബുൽ ഇൻസാനു അൻ യുത്റക സുദ. അയഹ്സബുൽ ഇൻസാനു, അയഹ്സബു വിചാരിക്കുകയാണോ, അൽ ഇൻസാനു മനുഷ്യൻ, അൻ യുത്റക അവനെ വിട്ടയക്കുമെന്ന്. സുദൻ, സുദ എന്ന് പറഞ്ഞാൽ വെറുതെ. മനുഷ്യൻ വിചാരിക്കുകയാണോ അവനെ വെറുതെ വിട്ടയക്കുമെന്ന്? മനുഷ്യൻ വിചാരിക്കുകയാണോ, സുദൻ, സുദൻ എന്ന് പറഞ്ഞാൽ വെറുതെ, അവനെ വെറുതെ വിട്ടയക്കപ്പെടുമെന്ന് മനുഷ്യൻ വിചാരിക്കുകയാണോ? എന്താ അതിൻ്റെ ആശയം? ഒരു മേൽനോട്ടം ഇല്ലാതെ, ആരും ചോദിക്കാനും പറയാനും ഇല്ലാതെ മനുഷ്യനെ വെറുതെ അങ്ങ് സൃഷ്ടിച്ച് വിട്ടിരിക്കുന്നു എന്നാണോ മനുഷ്യൻ വിചാരിക്കുന്നത്? ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ സുദൻ എന്ന വാക്കിന് അതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അറബികൾ പണ്ട് ആടുകളെ മേയ്ക്കുന്ന ജോലിയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഒരു ഇടയൻ ഇല്ലാതെ ആടുകളെ വെറുതെ വിട്ടയക്കുക, അല്ലെങ്കിൽ ഒട്ടകങ്ങളെ മേച്ചിരുന്നു. അപ്പോൾ ഒരു ഇടയൻ, ഒരു മേൽനോട്ടക്കാരൻ ഇല്ലാതെ ഒട്ടകങ്ങളെ വെറുതെ വിട്ടയക്കുക, അതിനാണ് യുത്റക സുദ എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ വിചാരിക്കുകയാണോ എന്ത്, അവനെ വെറുതെ സൃഷ്ടിച്ച് വിട്ടയച്ചിരിക്കുകയാണോ? അങ്ങനെ അവൻ വിചാരിക്കുകയാണോ? ആരും നോക്കാനില്ല, പറയാനില്ല, എവിടെയും അവൻ്റെ കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടതില്ല, വളരെ സ്വാതന്ത്ര്യത്തോടെ ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കാം, നിയന്ത്രണമൊന്നുമില്ല, ഉത്തരവാദിത്വമില്ല, ഒരു കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ അങ്ങനെ ജീവിക്കാം, അങ്ങനെ മരിക്കാം, ഇതാണ് ജീവിതം എന്ന് മനുഷ്യൻ വിചാരിക്കുകയാണോ? ഇപ്പോഴത്തെ ഒരു കാലഘട്ടം അതാണല്ലോ. തനിക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം, ഇഷ്ടമുള്ള പോലെയൊക്കെ ജീവിക്കാം, ഇഷ്ടമുള്ള വേഷം സ്വീകരിക്കാം, എല്ലാം എൻ്റെ ചോയ്സാണ്, മൈ ലൈഫ് ആൻഡ് മൈ ചോയ്സ്, എൻ്റെ ജീവിതം എൻ്റെ തെരഞ്ഞെടുപ്പ്. ഇതാണ് മനുഷ്യൻ്റെ ഒരു ചിന്താഗതി. അപ്പോൾ എൻ്റെ ജീവിതമാണ്, ഞാൻ സ്വയം തിരഞ്ഞെടുക്കും, എൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കും, ആരും ചോദിക്കാനും പറയാനും വരേണ്ടതില്ല എന്ന ഒരു സർവതന്ത്ര സ്വാതന്ത്ര്യം, ഇതാണോ മനുഷ്യ ജീവിതം? അങ്ങനെയല്ല എന്നാണ് ആയത്തിൻ്റെ അർത്ഥം. മനുഷ്യൻ വിചാരിക്കുകയാണോ അവൻ വെറുതെ, അയഹ്സബുൽ ഇൻസാനു അൻ യുത്റക സുദ. അയഹ്സബുൽ ഇൻസാൻ, മനുഷ്യൻ വിചാരിക്കുകയാണോ, അൻ യുത്റക അവൻ വിട്ടയക്കപ്പെട്ടിരിക്കുന്നു, സുദൻ എന്ന് പറഞ്ഞാൽ വെറുതെ, ഉത്തരവാദിത്വമില്ലാതെ, അങ്ങനെയാണോ? എന്നിട്ട് അള്ളാഹു പറയുന്ന കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം അടുത്ത ആയത്തിൽ. അലം യക്കു അവൻ ആയിരുന്നില്ലേ, നുത്തുഫത്തൻ ഒരു തുള്ളി, നുത്തുഫ എന്ന് പറഞ്ഞാൽ തുള്ളി, മിൻ മനിയിൻ, മനിയ് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം, ഇന്ദ്രിയത്തുള്ളി, യുംന, യുംന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്രവിക്കുന്ന, പുറത്തേക്ക് വരുന്ന, സ്രവിക്കുന്ന യുംന. അപ്പോൾ മനുഷ്യൻ ഇങ്ങനെ സ്രവിക്കപ്പെടുന്ന ഒരു ഇന്ദ്രിയത്തുള്ളി ആയിരുന്നില്ലേ? മനുഷ്യൻ്റെ തുടക്കമാണത്. അവൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ട് ഈ സൂറത്ത് അവസാനിക്കുകയാണ്. മനുഷ്യൻ സ്രവിക്കപ്പെടുന്ന ഒരു ഇന്ദ്രിയത്തുള്ളി ആയിരുന്നില്ലേ?
അപ്പോൾ മാതാവിൻ്റെ ഗർഭാശയത്തിൽ അവൻ പ്രവേശിപ്പിക്കപ്പെട്ട ആ ഒരു അവസ്ഥയ്ക്കാണ് ഇവിടെ പറയുന്നത്, ആ ഒരു ഇന്ദ്രിയത്തുള്ളി ആയിരുന്നില്ലേ. സുമ്മ പിന്നീട് കാന അവൻ ആയിത്തീർന്നു അലക്കത്തൻ ഒട്ടിപ്പിടിക്കുന്ന ഒരു വസ്തു. ഒരു സൂറത്തിൻ്റെ പേര് തന്നെ അലക്ക എന്നുണ്ട്, സൂറത്തുൽ അലക്ക് അല്ലേ, അങ്ങനെയല്ലേ ഒരു സൂറത്ത്, അങ്ങനെയുണ്ട്. അപ്പോൾ സുമ്മ പിന്നീട് കാന അവൻ ആയിത്തീർന്നു അലക്കത്തൻ ഒട്ടിപ്പിടിക്കുന്ന ഒരു വസ്തു. ഫ എന്നിട്ട് ഖലക്ക അള്ളാഹു അവനെ സൃഷ്ടിച്ചു. ഫസവ്വ എന്നിട്ട് അവനെ നേരെയാക്കി. ഖലക്ക എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു. ഫ എന്നിട്ട് ഖലക്ക അവനെ സൃഷ്ടിച്ചു. ഫ എന്നിട്ട് സവ്വ, സവ്വ എന്ന് പറഞ്ഞാൽ ശരിയാക്കിയെന്ന അതിൻ്റെ അർത്ഥം, നേരെ ചൊവ്വയാക്കിയെന്ന അതിൻ്റെ അർത്ഥം. ഫ എന്നിട്ട് ഖലക്ക അള്ളാഹു അവനെ സൃഷ്ടിച്ചു. ഫസവ്വ എന്നിട്ട് അവനെ നേരെ ചൊവ്വയാക്കി. നമുക്ക് അത്രയും ചർച്ച ചെയ്യാം. ഇവിടെ ഇപ്പം എന്തിനാണ് ഈ സംഗതിയൊക്കെ പറഞ്ഞത്? ഈ അയഹ്സബുൽ ഇൻസാനു അയുത്തറക്ക സുധ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ട് ഒരു ഉദാഹരണം അല്ല പറഞ്ഞതാണ്. മനുഷ്യൻ വിചാരിക്കുകയാണോ അവൻ വെറുതെ സൃഷ്ടിക്കപ്പെട്ടവനാണെന്ന്, അഥവാ ഉത്തരവാദിത്വമില്ല, ചോദിക്കാനും പറയാനും ആരുമില്ല, എല്ലാ സ്വാതന്ത്ര്യവും തങ്ങൾക്കുണ്ട് എന്ന് അവൻ വിചാരിക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉദാഹരണം പറയാണ്. അങ്ങനെയല്ല. കാരണം അവൻ മാതാവിൻ്റെ ഗർഭാശയത്തിൽ സൃഷ്ടിക്കപ്പെട്ട അന്നു മുതൽ അവൻ്റെ കാര്യത്തിൽ കൃത്യമായ മേൽനോട്ടം ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു അത് കൃത്യമായി സംവിധാനിച്ചു. അങ്ങനെ മാതാവ് അവനെ പ്രസവിച്ചു. ആ സമയത്ത് വളരെ കൃത്യമായ ശ്രദ്ധ അവൻ്റെ മേൽ ഉണ്ടായിട്ടുണ്ട്, ജാഗ്രത ഉണ്ടായിട്ടുണ്ട്. ഫസവ്വ അവനെ ഒരു യഥാർത്ഥ മനുഷ്യനായിട്ട് അള്ളാഹു സൃഷ്ടിച്ച് രൂപപ്പെടുത്തിയെടുത്തു. അവിടെയൊക്കെ അവൻ്റെ കാര്യങ്ങൾ നിയന്ത്രിച്ചത് അള്ളാഹുവാണ് എങ്കിൽ അവൻ്റെ മേൽ ഒരു മേൽനോട്ടക്കാരൻ ഉണ്ട്. അപ്പോൾ മനുഷ്യൻ സ്വതന്ത്രൻ അല്ല, ഒരു മേൽനോട്ടക്കാരൻ്റെ കീഴിലാണ് മനുഷ്യൻ ഉള്ളത്. ആ മേൽനോട്ടക്കാരനാണ് പടച്ചവൻ. അവൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് തുടങ്ങിയതാണത്. അവൻ എന്നാണോ ഈ ഭൂമിയിൽ ജന്മം കൊണ്ടത്, ഒരു ഇന്ദ്രിയ തുള്ളിയായിട്ട് മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ എന്നാണോ പ്രവേശിപ്പിക്കപ്പെട്ടത്, അന്നു മുതൽ ഈ മേൽനോട്ടക്കാരൻ്റെ കൃത്യമായ കരുതലും ജാഗ്രതയും അവൻ്റെ മേൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ സവ്വ എന്ന വാക്കുണ്ട്. സവ്വ എന്ന് പറഞ്ഞാൽ അവനെ നേരെ ചൊവ്വയാക്കിയെന്നാണ്. ഒരു യഥാർത്ഥ മനുഷ്യനായിട്ട് അവനെ സൃഷ്ടിച്ചു എന്നതിൻ്റെ അർത്ഥം. അപ്പം അവിടെ എല്ലാം കൃത്യമായ ഒരു മേൽനോട്ടം അള്ളാഹു നടത്തിയിട്ടുണ്ട് എങ്കിൽ ആ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയപ്പെട്ടാണ് മനുഷ്യരൊക്കെയും ജീവിക്കേണ്ടത് എന്ന ഒരു സന്ദേശം ഈ ആയത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത ആയത്ത് നോക്കാം. ഫജഅല മിൻഹു സൗജൈനി ദക്കറ വൽ ഉൻസ. ഫജഅല മിൻഹു അങ്ങനെ അള്ളാഹു അവനെ ആക്കി. മിൻഹു എന്ന് പറഞ്ഞാൽ അവനെ, ആ മനുഷ്യനെ ആക്കി. സൗജൈനി ദക്കറ വൽ ഉൻസ. സൗജൈനി എന്ന വാക്കിൻ്റെ അർത്ഥം രണ്ട് ഇണകൾ എന്നാണ്. രണ്ട് ഇണകൾ, സൗജൈനി. ദക്കർ എന്ന് പറഞ്ഞാൽ ആണ്, ഉൻസ എന്ന് പറഞ്ഞാൽ പെണ്ണ്. അപ്പം അതിൻ്റെ അർത്ഥം ഒന്നിച്ചു പറയുമ്പോൾ ഇപ്രകാരം വരിക. സൗജൈനി എന്ന് പറഞ്ഞ രണ്ട് ഇണകൾ, അതായത് മാതാവിൻ്റെ ഗർഭാശയത്തിൽ വച്ച് അള്ളാഹു അതിനെ എന്താക്കി മാറ്റി? ആണാക്കി മാറ്റി, ചിലതിനെ പെണ്ണാക്കി മാറ്റി. ദക്കർ എന്ന് പറഞ്ഞാൽ ആണ്, ഉൻസ എന്ന് പറഞ്ഞാൽ പെണ്ണ്.
അപ്പോൾ രണ്ട് വർഗങ്ങളായിട്ട് രണ്ടും മനുഷ്യരാണെങ്കിലും രണ്ട് വർഗങ്ങളായിട്ട് ആൺവർഗം പെൺവർഗം. അതാണ് അവിടെ സൗജൈനി എന്ന വാക്കിൻ്റെ രണ്ട് ഇണകൾ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം രണ്ട് വർഗങ്ങളാണ്. ഇപ്പം ചിലത് ആണായിട്ട് മാറി, ചിലത് പെണ്ണായിട്ട് മാറി. ഇതൊക്കെ ആരാ സംവിധാനിച്ചേ? അള്ളാഹുവാണ്. അള്ളാഹു ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങളുടെ മേൽ കൃത്യമായ ഒരു മേൽനോട്ടക്കാരൻ പ്രവർത്തിക്കുന്നു. ആ മേൽനോട്ടക്കാരൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ട് നിങ്ങൾ മരണം വരെ ജീവിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് ആയത്താണ്. ആ ലാസ്റ്റ് ആയത്തിൽ പറയുന്നത് അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹ്യിൽ മൗത. അലൈസ ദാലിക എന്നിട്ടൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്. അലൈസ ദാലിക, അലൈസ എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു ചോദ്യമാണത്. അല്ലയോ എന്നതിൻ്റെ അർത്ഥം അലൈസ. ദാലിക എന്ന് പറഞ്ഞാൽ അവൻ അല്ലയോ. ബി ഖാദിർ, ഖാദിർ എന്ന് പറഞ്ഞാൽ കഴിവുള്ളവൻ. അപ്പോൾ അവൻ കഴിവുള്ളവൻ അല്ലയോ. അല ഐ യുഹിയ, യുഹിയ എന്ന് പറഞ്ഞാൽ ജീവിപ്പിക്കാൻ. അൽ മൗത്ത എന്ന് പറഞ്ഞാൽ മരിച്ചവരെ. അപ്പം അതിൻ്റെ അർത്ഥം ഒന്നിച്ച് പറയുമ്പോഴോ മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവൻ അല്ലയോ അവൻ എന്ന് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഈ സൂറത്ത് അവസാനിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഒന്നുകൂടി പറയാം ഇതിൻ്റെ ആശയം. വളരെ സിമ്പിളാണ് കാര്യം, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. നേരത്തെ ഉള്ള ആയത്തുകളൊക്കെ പഠിച്ചവർക്കേ അത് മനസ്സിലാവുള്ളൂ. നേരത്തെയുള്ള ആയത്തുകൾ മനസ്സിലാകാത്തവർക്ക് ഈ ഭാഗവും പ്രയാസമായിരിക്കും. ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഈ സത്യനിഷേധം സ്വീകരിച്ച് അള്ളാഹുവിൻ്റെ ദീനിനെ കളവാക്കി സത്യവിശ്വാസികളെ കളവാക്കി ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ, അവർക്ക് സർവനാശമാണ് അടുത്ത ഭാവിയിൽ വരാൻ പോകുന്നത്. അതാണ് ഔലാ ലക്കഫ ഔല സുമ്മ ഔലാ ലക്കഫ ഔല അതിൻ്റെ ആശയം. പിന്നെ രണ്ടാമത്തെ ചർച്ച എന്ന് പറഞ്ഞാൽ മനുഷ്യൻ സ്വതന്ത്രൻ അല്ല. മനുഷ്യൻ്റെ മേൽ ദൈവത്തിൻ്റെ കടിഞ്ഞാണുണ്ട്. എല്ലാ സ്വാതന്ത്ര്യവും അള്ളാഹു മനുഷ്യർക്ക് ഇവിടെ നൽകിയിട്ടില്ല. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയപ്പെട്ട് വേണം ജീവിക്കാൻ. അതാണ് ആ യഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദ അവിടെ മുതൽ. അതിൻ്റെ ഉദാഹരണം പറയാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട്. മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ അവൻ പ്രവേശിപ്പിക്കപ്പെട്ട ആ സമയം, ഒരു മനുഷ്യനായിട്ട് രൂപാന്തരപ്പെട്ട് ഭൂമിയിലേക്ക് ജനിച്ച് വീണു. അതിനുശേഷം മരിക്കുന്ന വരെയുള്ള സമയം, ആ സമയത്ത് അള്ളാഹുവിൻ്റെ കൃത്യമായ മേൽനോട്ടം നമ്മുടെ മേൽ പ്രവർത്തിക്കുന്നു. അത്ര ജാഗ്രതയും കണിശതയും പുലർത്തുന്ന പടച്ചവൻ. അപ്പോൾ നമ്മളിവിടെ സ്വതന്ത്രൻ അല്ല. നമ്മുടെ മേൽ ഒരു കടിഞ്ഞാൺ അള്ളാഹുവിൻ്റേതായിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് താഴെ ഈ സുമ്മക്കാന അലഖതൻ ഫഖലഖ ഫസവ്വ ഫജഅല മിൻഹു സൗജൈനി ദക്കറ വൽ ഉൻസ അത്രയും പറഞ്ഞത്. ആണ് പെണ്ണ് രണ്ട് വർഗങ്ങളായിട്ട് നമ്മൾ ഇവിടെ ജനിപ്പിക്കപ്പെടുന്നു. അവിടെ എല്ലാം അള്ളാഹുവിൻ്റെ മേൽനോട്ടം പ്രവർത്തിക്കുന്നു. ലാസ്റ്റ് പറഞ്ഞ ഒരു കാര്യം, മരണശേഷം ഒരു ജീവിതം ഉണ്ട്, അതിൻ്റെ തെളിവാണ് പറഞ്ഞത്. അതുകൂടി പറഞ്ഞാണ് ഈ സൂറത്ത് അവസാനിക്കേണ്ടത്. മരണശേഷം ഒരു ജീവിതം ഉണ്ട്, എന്താ അതിൻ്റെ തെളിവ്? നമ്മെ അള്ളാഹുവാണ് സൃഷ്ടിച്ചത്. ഈ രൂപത്തിൽ സൃഷ്ടിക്കാൻ അള്ളാഹുവിന് കഴിവുണ്ടെങ്കിൽ, മരിപ്പിക്കാനും അള്ളാഹുവിന് കഴിവുണ്ടെങ്കിൽ നമ്മെ വീണ്ടും സൃഷ്ടിക്കാൻ അള്ളാഹുവിനൊരു പ്രയാസവും ഇല്ല. അതാണ് അലൈസ ദാലിക ബിഖാദിരിൻ, കഴിവുള്ളവൻ അല്ലേ. അലാ അൻ യുഹിയൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കാൻ അവന് കഴിവുണ്ടല്ലോ, അവന് കഴിവില്ലേ? ഒരു ചോദ്യമാണ്. കാരണം ഈ രൂപത്തിൽ നിങ്ങളെ സൃഷ്ടിക്കാൻ അള്ളാഹ്ക്കൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല എങ്കിൽ നിങ്ങൾ മരിച്ചിട്ട് നിങ്ങളെ വീണ്ടും സൃഷ്ടിക്കാൻ അള്ളാഹ്ക്ക് യാതൊരു പ്രയാസവും ഇല്ല. ആ ഒരു ചർച്ചയോടുകൂടിയാണ് ഈ സൂറത്ത്
അവസാനിച്ചിരിക്കുന്നത്. ഞാൻ ഈ സൂറത്തിനെ ഒന്നുകൂടി സംഗ്രഹിച്ചു പറയാം ആദ്യം മുതൽ. നിങ്ങൾക്കറിയാമായിരിക്കും, എന്നാലും ഇപ്പോൾ ഈ സൂറത്തിൻ്റെ ഒരു അവതരണ പശ്ചാത്തലം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ, അങ്ങനെ ഇല്ല. അപ്പോൾ ഈ സൂറത്തിൽ തുടക്കം തന്നെ ലാ കൊണ്ടാണ് ആരംഭിക്കുന്നത്. എന്താണ് ഈ ലാ കൊണ്ട് ആരംഭിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നിഷേധിച്ചുകൊണ്ടാണ് തുടങ്ങേണ്ടത്. നിങ്ങളുടെ കാഴ്ചപ്പാട് പോലെയല്ല കാര്യങ്ങൾ. അപ്പോൾ അവരുടെ കാഴ്ചപ്പാട് എന്താണ്? മരണശേഷം ഒരു ജീവിതമില്ല, മരിച്ചാൽ അതവിടെ തീരുകയാണ്, മണ്ണായിട്ട് പോവുകയാണ്. ഇതാണ് അവരുടെ കാഴ്ചപ്പാട്. ഇപ്പോൾ നമ്മുടെ ഇടയിലും അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. അപ്പോൾ അതുപോലെയല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ആരംഭിക്കുന്നത്. പിന്നെ അങ്ങോട്ട് മരണശേഷമുള്ള ജീവിതത്തിൻ്റെ തെളിവുകളാണ് പറഞ്ഞു വന്നത്. പിന്നെ ലോകാവസാനത്തെ സംബന്ധിച്ച് അവിടെ കുറച്ച് പറയുന്നുണ്ട്. വഹസഫൽ ഖമർ വജുമി അശംസ ഷംസു വൽ ഖമർ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഫഇദാ ബരിഖൽ ബസർ, അല്ലേ, ആ ആയത്തുകളൊക്കെ അല്ലേ. യസ്അലു അയ്യാന യൗമുൽ ഖിയാമ, എത്രാമത്തെ? 6-ാമത്തെയും 7-ാമത്തെയും 8-ാമത്തെയും 9-ാമത്തെയും ഒക്കെ ആയത്തുകൾ. അതൊക്കെ ഈ ലോകാവസാനം അതുമായി ബന്ധപ്പെട്ടാണ് അവിടെ പറയുന്നത്. പിന്നെ ഒരു മനുഷ്യൻ്റെ മരണവുമായി ബന്ധപ്പെട്ട പിന്നെയുള്ള ചർച്ച അല്ലേ. യുനബ്ബഉൽ ഇൻസാനു യൗമഇദിൻ ബിമാ ഖദ്ദമ വ അഖർ ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ വലൗ അൽഖാ മആദിറ, ഈ ആയത്തുകളൊക്കെ. പിന്നെ ഏതാണ് ഈ 16-ാമത്തെയും 17-ാമത്തെയും ഒക്കെ ആയത്തുകൾ. ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി ഇന്ന അലൈന ജംഅഹു വ ഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആന. എന്താണ് ആ ചർച്ച അവിടുത്തെ? അത് നബിയോട് പറയുന്ന കാര്യങ്ങളാണ്. നബി ഖുർആൻ ധൃതിപ്പെട്ട് പഠിക്കേണ്ട, അതതിൻ്റെ ഇടവാചകമാണ്. ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കാതെ ഇടയിൽ കയറി പറഞ്ഞ ഒരു കാര്യമാണ് 16, 17, 18, 19 ആയത്തുകൾ. ഒരു ഇടവാചകം എന്ന് വേണമെങ്കിൽ പറയാം. അതിനു മുമ്പുള്ള ആയത്തിലൊക്കെ പറയുന്നത് ഈ മരണവും മരണശേഷമുള്ള ജീവിതവും അതിൻ്റെ തെളിവുകളുമൊക്കെയാണ് പറയുന്നത്. പിന്നെ 20-ാമത്തെ ആയത്ത് മുതൽ നമ്മുടെ ചർച്ച ഇപ്പോൾ എടുത്ത ആയത്ത് വരെ, ലാസ്റ്റ് ആയത്ത് വരെ പറയുന്ന കാര്യം, മനുഷ്യൻ എപ്പോഴും ഈ പെട്ടെന്ന് കിട്ടുന്നത് അതിനെയാണ് അവൻ ആഗ്രഹിക്കുന്നത്. കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില വ തദറൂനൽ ആഖിറ. പരലോകം എന്ന് പറയുമ്പോൾ മരിച്ച് മണ്ണടിഞ്ഞ് എപ്പോൾ കിട്ടാനാണ്? പക്ഷേ ഇപ്പോൾ കിട്ടുന്ന ഈ ദുനിയാവ്, അതാണ് മനുഷ്യന് ഏറ്റവും പ്രിയപ്പെട്ടത്. അങ്ങനെയല്ല വേണ്ടത് എന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന മനുഷ്യരെയും നരകത്തിലേക്ക് പോകുന്ന മനുഷ്യരുടെയും അവസ്ഥകളെ അവിടെ താരതമ്യം ചെയ്യുന്നു. വുജൂഹി യൗമ ഇദിൻ നാളിറ ഇലാ റബ്ബിഹ നാളിറ വ വുജൂഹി യൗമ ഇദിൻ ബാസിറ തളുന്നു ഐ യുഫ്അല ബിഹ ഫാഖിറ. ആ ആയത്തുകളൊക്കെ നരകത്തിലേക്ക് പോകുന്ന നരകാവകാശികളായ മനുഷ്യർ, സ്വർഗത്തിലേക്ക് പോകുന്ന സ്വർഗ അവകാശികളായ മനുഷ്യർ, അവരുടെ മുഖപ്രസന്നത, നരകവാസികളുടെ മുഖത്തുണ്ടാകുന്ന ഒരു പേടിയുടെ അടയാളം, അതൊക്കെ അവിടെ വർണ്ണിക്കുന്നു. പിന്നെ ഉള്ളത് കല്ല ഇദാ ബലഗതി തുറാഖിയ, ആ ആയത്തുകൾ. അത് മരണത്തിലേക്ക്, അഥവാ ഒരു മനുഷ്യൻ്റെ, ഒരു നിഷേധിയായ ഒരു മനുഷ്യൻ്റെ മരണത്തെ അള്ളാഹ് അവിടെ വർണ്ണിക്കുന്നു. ആ സമയത്ത് അവന് സത്യം മനസ്സിലാകുന്ന കാര്യമാണ് അവിടെ എടുത്തു പറയുന്നത്. ഏതായത്തുകളാണ്? കല്ലാ ഇദാ ബലഗതി തുറാഖിയ വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമ ഇദിനിൽ മസാഖ്. ഈ ആയത്തുകൾ പിന്നെ ഇപ്പോൾ എടുത്ത ആയത്തുകളാണ്. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കുറച്ച് ആയത്തുകളുള്ള ഒരു സൂറയാണ് സൂറത്തുൽ ഖിയാമ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ സൂറത്ത് ഇവിടെ കഴിഞ്ഞു. ലാസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് സൂറത്ത് അവസാനിച്ചത്. ചോദ്യം എന്താ? അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹ്യിൽ മൗത. മരണശേഷം ഒരു ജീവിതം നൽകാനായിട്ട് അള്ളാഹുവിന് കഴിവില്ലയോ എന്നൊരു ചോദ്യം. അഥവാ മനുഷ്യൻ ചിന്തിക്കട്ടെ, അവൻ മനസ്സിലാക്കട്ടെ, ഇത്രയും ചെയ്ത പടച്ചവൻ. ഇപ്പോൾ മനുഷ്യൻ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്, നിന്നെ സൃഷ്ടിച്ചതാര? അള്ളാഹു. നിനക്ക് നിൻ്റെ ജീവിതത്തിൽ നിന്നെ ഏറ്റവും ശരിയായ മനുഷ്യനാക്കി മാറ്റിയതാര? അള്ളാഹു.
നിന്നെ ആരാ മരിപ്പിച്ചത്? അള്ളാഹു. ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് അള്ളാഹു ആണെങ്കിൽ, മരിപ്പിച്ചതും അള്ളാഹു ആണെങ്കിൽ, മരണശേഷം ഒരു ജീവിതം നൽകാനും അള്ളാഹുവിന് സാധിക്കും. അതവിടെ പറയുന്നില്ല. ആ ചോദ്യം നമുക്കിട്ട് തന്നിട്ടാണ്. അപ്പോൾ നമ്മൾ സ്വയം ചിന്തിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി ഒരു ചോദ്യം ഇട്ട് തന്നുകൊണ്ടാണ് ഈ സൂറത്ത് അവസാനിച്ചിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. വേറെ എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഈ സൂറയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാനുള്ള ടൈമാണ്, നിങ്ങൾക്ക് ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത സൂറത്ത് പഠിക്കണം. അടുത്ത സൂറത്തിൻ്റെ പേരെന്താ? സൂറത്തുൽ ഇൻസാൻ. ഈ സൂറത്തുൽ ഖിയാമ മനപ്പാടാക്കി ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? പൂർണ്ണമായിട്ട് മനപ്പാടാക്കി ആരെങ്കിലും ഉണ്ടോ? മനപ്പാടം ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ ആരെങ്കിലും? ഇല്ല. ഫുള്ളായിട്ട് മനപ്പാടാക്കിയോ? അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹ്യിൽ മൗത വരെ പഠിച്ചോ? ഓക്കെ. ഇൻഷാല്ലാഹ് അല്ലാഹ് ഹൈറാക്കട്ടെ. നല്ല കാര്യമാണ്. ഇനി ആരെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഈ സൂറത്തുൽ ഖിയാമ? പഠിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? മനപ്പാടാക്കി ആക്കാനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? സാധിക്കുന്നവർ പഠിച്ചാൽ മതി, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. സാധിക്കുന്നവർ, മനപ്പാടാക്കാൻ കഴിയുന്നവർ പക്ഷേ എല്ലാവരും ഇതിൻ്റെ ആശയമൊക്കെ മനസ്സിലാക്കണം. ഇനിയിപ്പോൾ എവിടെ സൂറത്തുൽ ഖിയാമ എവിടെ കേട്ടാലും അതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങൾ ഇന്നതാണെന്ന് ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവണം. അങ്ങനെ പഠിക്കണം. സൂറത്തുൽ ഖിയാമ എവിടെ കേട്ടാലും അതിൻ്റെ അകത്ത് ഇന്ന കാര്യങ്ങളൊക്കെയാണ് പറയണത് എന്ന ഒരു കാഴ്ചപ്പാട് വേണം. ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് പടച്ചോ ഹൈറാകട്ടെ. തൽക്കാലം അവസാനിപ്പിക്കാം. അള്ളാഹു നമ്മുടെ ഈ ക്ലാസ് ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അർഹംനാ ബിൽ ഖുർആൻ, അല്ലാഹുമ്മ നവ്വിർ ഖുലൂബനാ ബിൽ ഖുർആൻ, അല്ലാഹുമ്മ ദക്കിർനാ മിൻഹു മാ നസീനാ വഅല്ലിംനാ മിൻഹു മാ ജഹിൽനാ വർസുഖ്നാ തിലാവതഹു ആനാ അൽ-ലൈലി വഅത്റാഫൻ നഹാർ വജഅൽഹു ലനാ ഹുജ്ജതൻ യാ റബ്ബൽ ആലമീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين. سبحانك اللهم ربنا وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.